ഹലോ എവരിവൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി പോസിറ്റീവായി എന്നാൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ എംബ്രിയോ അല്ലെങ്കിൽ ഗർഭം ഒരു സ്ഥലത്തും കാണാനില്ല, എംബ്രിയോണിക്സ് പ്രഗ്നൻസി, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. പലരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇറ്റ്സ് വെരി ഹാർഡ് ടു റിയലൈസ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് കാരണം, ഇനി അടുത്ത പ്രഗ്നൻസിയിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, നമുക്ക് വീണ്ടും ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് എന്തൊക്കെയാണ്, അതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് തന്നേക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവായി, അപ്പോൾ കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവായിട്ട് ലൈൻ കിട്ടുന്നു. ബീറ്റ HCG ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്ന് നമ്മളെല്ലാവരും അങ്ങനെ റിയലൈസ് ചെയ്തിരിക്കുന്ന സമയത്താണ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും സ്കാനിങ് ഉണ്ടാവും. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റേഷൻ സാക്ക് കാണാൻ പറ്റും, എന്നാൽ ഫീറ്റസിന്റെ അടയാളം എങ്ങും തന്നെ കാണാനില്ല. ആ സിറ്റുവേഷനെയാണ് അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതായത് എഗ്ഗും സ്പെമും യുണൈറ്റ് ആയിട്ട് എംബ്രിയോ ഫോം ആയിട്ടുണ്ട്, അത് ഇംപ്ലാന്റ് ആവുകയും ചെയ്തു, എന്നാൽ അത് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അതായത് അങ്ങനെ ഡെവലപ്പ് ആവാനുള്ള ചാൻസ് ചെയ്തതായിട്ട് കാണുന്നില്ല. യൂട്രസിൽ ഒരു സ്ഥലത്തും അല്ല, ഒരു സ്ഥലത്തും നമുക്ക് ഈ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഫീറ്റൽ പോൾ കാണുന്നില്ല. അങ്ങനെ വരുന്ന കേസസിനെയാണ് അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൈറ്റഡ് ഓവം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു റിപ്പീറ്റ് സ്കാൻ പറയുകയാണ് ചെയ്യാറ്. അപ്പോൾ ചിലപ്പോൾ അതായത് എന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേറ്റ് ആയിട്ടുള്ള കൺസെപ്ഷൻ ആണോ, ഓവുലേഷൻ ലേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പിന്നീട് ലേറ്റ് ആയിട്ട് ആയിരിക്കും ചിലപ്പോൾ ഫീറ്റൽ പോളും ഹാർട്ട് ബീറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് 2 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. അപ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടൈം പീരീഡിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ നമുക്ക് അതിനു മുമ്പ് അടുത്ത പ്രഗ്നൻസിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ നടത്താം. അപ്പോൾ 2 ആഴ്ച ഇനി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഫീറ്റൽ പോൾ ഒന്നും കാണുന്നില്ല എങ്കിൽ, അതായത് നമുക്ക് എംബ്രിയോ പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതും. പിന്നെ അത് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ നോർമലി ബ്ലീഡിങ് തന്നെ വന്നു പോകും, അല്ലെങ്കിൽ ബ്ലീഡിങ് വരുത്തി ചിലപ്പോൾ ഓറൽ മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വജൈനൽ മെഡിസിൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് ആ പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്യേണ്ടത്. അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എഗ്ഗിൻ്റെയോ സ്പെമിൻ്റെയോ ക്രോമസോമിയൽ അബ്നോർമാലിറ്റി ആണ് ഇതിനുള്ള കാരണം. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് നല്ലതല്ലാത്തതിനെ നശിപ്പിക്കുക എന്ന പ്രകൃതിയുടെ ലക്ഷ്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണത് നമുക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് ആ കുഞ്ഞ് നമുക്ക് കിട്ടാതിരുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രഗ്നൻസി ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ സ്പെമിൻ്റെയും ക്വാളിറ്റി കൂട്ടാനുള്ള കാര്യങ്ങളാണ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, കൃത്യസമയത്ത് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ എക്സസൈസസ് ഒക്കെ ചെയ്യുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ സ്പെമിൻ്റെയും ക്വാളിറ്റി കൂടും, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. പിന്നെ നേരത്തെ തന്നെ, അതായത് അധികം ഏജ് ഓവർ ആകുന്നതിന് മുമ്പ് കൺസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ നല്ല എഗ്ഗ് സ്പെമോ ആണെങ്കിൽ അടുത്ത പ്രഗ്നൻസിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇത് ഒരു കേസിൽ അങ്ങനെ വന്നു എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് കേസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകും, പക്ഷെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊന്നും കാണില്ല, എംബ്രിയോനെ കാണാൻ പറ്റത്തില്ല, ഫീറ്റൽ പോൾ ഉണ്ടാവില്ല. അതാണ് ഇങ്ങനത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി എപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് 3 മാസം വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില പ്രത്യേക കേസിൽ അപ്പം തന്നെ അടുത്ത മാസം തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. അത് ഡോക്ടറോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അത് ഇൻഡിവിജ്വൽ കേസസ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഷോർട്ട് വീഡിയോ ആണ്, ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.